കേരളത്തിന്റെ വികസനത്തിൽ കേരളത്തിൽ നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾ പങ്കാളികളാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. In fact, I'm looking forward to the day when we have a woman Chief Minister of Kerala. See, the men are not clapping so loudly. നിങ്ങൾ നോക്കി ഇവിടെ നിൽക്കുന്ന പുരുഷന്മാരെ വളരെ ശക്തിയായിട്ട് കൈയടിക്കുന്നില്ല. ഞാനത് പറയുന്നു. Women are clapping loudly. അവിടെയുള്ള സ്ത്രീകളാണ് നല്ല ശക്തിയായിട്ട് കൈകൊട്ടുന്നത്, ഉറക്കെ കൈകൊട്ടുന്നത്. So we want the women of Kerala to be able to fulfill their dreams. That is why every single woman in Kerala is going to travel for free on Kerala's buses. Chandiji was a compassionate leader who protected the people of Kerala. We are naming our new healthcare program in his name. That when someone in your family, someone you love falls sick, that person is protected. That person has 25 lakh rupees of healthcare to protect him. What do the people of Kerala teach us? The people of Kerala teach us that humility is better than arrogance. Our job is to protect the people of Kerala. ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. To protect the weaker sections of Kerala. കേരളത്തിലെ ജനങ്ങളുടെ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. I spoke to you about rubber workers and rubber farmers. ഞാൻ നിങ്ങളോട് റബ്ബർ കർഷകരെ കുറിച്ച് സംസാരിച്ചു. And I see there are many ladies and women in the crowd. എനിക്കറിയാം ഈ ജനക്കൂട്ടത്തിനിടയിൽ ധാരാളം സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം. We want you to be participants in Kerala. കേരളത്തിന്റെ വികസനത്തിൽ കേരളത്തിൽ നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾ പങ്കാളികളാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. In fact, I'm looking forward to the day when we have a woman Chief Minister of Kerala. ഞാൻ മുന്നോട്ട് നോക്കുകയാണ്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന ദിവസത്തിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. See, the men are not clapping so loudly. നിങ്ങൾ നോക്കി ഇവിടെ നിൽക്കുന്ന പുരുഷന്മാരെ വളരെ ശക്തിയായിട്ട് കൈയടിക്കുന്നില്ല. ഞാനത് പറയുന്നു. Women are clapping loudly. അവിടെയുള്ള സ്ത്രീകളാണ് നല്ല ശക്തിയായിട്ട് കൈകൊട്ടുന്നത്, ഉറക്കെ കൈകൊട്ടുന്നത്. So we want the women of Kerala to be able to fulfill their dreams. കേരളത്തിലെ സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് കഴിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Whatever they want to do, we want them to succeed. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ നിങ്ങൾ വിജയകരമായി ചെയ്യണമെന്ന് ഞങ്ങൾ Whatever job they want to do, wherever they want to go, we want to allow them. നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്യണമോ, എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കോ അതൊക്കെ ചെയ്യാൻ അവരെ സജ്ജീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. That is why every single woman in Kerala is going to travel for free on Kerala's buses. അതുകൊണ്ടാണ് കേരളത്തിലെ ഓരോ സ്ത്രീയും കേരളത്തിലെ KSRTC ബസ്സുകളിൽ UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്നത്. And that is why every single college going girl in Kerala is going to get 1,000 rupees a month to support her. അതുകൊണ്ടല്ല കേരളത്തിലെ അത് മാത്രമല്ല കേരളത്തിലെ കോളേജിൽ പോകുന്ന ഓരോ പെൺകുട്ടിക്കും ഓരോ മാസം 1000 രൂപ ലഭിക്കാൻ പോകുന്നത്. We are going to increase welfare pension to 3,000 rupees. ഞങ്ങൾ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്താൻ പോവുകയാണ്. And to help youngsters build businesses, we are going to give interest-free loans of up to 5 lakh rupees for the young. അതുമാത്രമല്ല ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി പലിശരഹിതമായി അവർക്ക് 5 ലക്ഷം രൂപയുടെ വായ്പ ഞങ്ങൾ നൽകാൻ പോവുകയാണ്. And we are going to have a new ministry for senior citizens. കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി പ്രായമായവർക്ക് വേണ്ടി ഞങ്ങൾ പുതിയൊരു മന്ത്രാലയം തുടങ്ങാൻ പോവുകയാണ്. Now you are going to be thinking, okay, Rahul has come here. What are you doing in the memory of women Chandiji? നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ആലോചിക്കേണ്ടായും രാഹുൽ ഇവിടെ വന്നു, ഇനി താങ്കൾ അദ്ദേഹം എന്താണ് ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. The person we supported for 50 years. നിങ്ങൾ 50 വർഷം പിന്തുണച്ച ആ മനുഷ്യൻ. What are you doing in response to him? അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ഉള്ള ഒരു പ്രതികരണമായി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? So I want to tell you what we are doing. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. The Kerala government has destroyed Kerala's healthcare system. ഇന്നത്തെ കേരള ഗവൺമെന്റ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അപ്പാടെ നശിപ്പിച്ചിരിക്കുകയാണ്. In a time where healthcare should be becoming more affordable, it is becoming more and more expensive. ആളുകൾക്ക് കൂടുതൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാകേണ്ട കാലത്ത് അതിന് കൂടുതൽ വില കൂടി വരികയാണ്, ചെലവേറിയതായി മാറുകയാണ്. Chandiji was a compassionate leader who protected the people of Kerala. ശ്രീ ഉമ്മൻചാണ്ടിജി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ച സഹാനുഭൂതിയുള്ള ഒരു നേതാവായിരുന്നു. So in that spirit, we are naming our new healthcare program in his name.
ആ അദ്ദേഹത്തിൻ്റെ ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പുതിയ ആരോഗ്യ സംരക്ഷണ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ പേരിലാണ്. So now, after the UDF government comes to power, every single family will have 25 lakh rupees healthcare insurance for themselves. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി അവരുടെ പേരിൽ ഉണ്ടായിരിക്കും. So you will know that when someone in your family, someone you love falls sick, that person is protected. That person has 25 lakh rupees of healthcare to protect him. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നമ്മുടെ കുടുംബത്തിലെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുമോ വയ്യാതാവോ വരുമ്പോൾ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. And the whole of Kerala will know that Chandiji might not be physically with us, but he is with us, and his name will be there every single time a person takes medical insurance in Kerala. അപ്പോൾ ഇന്ന് കേരളത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കും, ഭൗതിക ശരീരം ശ്രീ ചാണ്ടിജിയുടെ ഭൗതിക ശരീരം നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ കേരളത്തിലെ ഓരോ വ്യക്തിയും മെഡിക്കൽ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമം, അത് ഓർമ്മ അവിടെ ഉണ്ടാവും. Doesn't matter if they have a heart problem, if they have cancer, if they break a bone, doesn't matter. 25 lakh rupees will be given to them as health insurance, as a protection for the future, and it will be done in Oman Chandi's name. ഒരാൾക്കൊരു ഹൃദയ സംബന്ധമായ പ്രശ്നമാകട്ടെ, ക്യാൻസർ ആവട്ടെ, എല്ലുകൾക്ക് പ്രശ്നമാകട്ടെ, എന്ത് പ്രശ്നം ഉണ്ടാകട്ടെ, എന്ത് അസുഖമാകട്ടെ, അവർക്ക് കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിജിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് അവർക്കൊരു സംരക്ഷണമായി ഇവിടെ ഉണ്ടാവും. What do the people of Kerala teach us? The people of Kerala teach us that humility is better than arrogance. കേരളത്തിലെ ജനങ്ങൾ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ധാർഷ്ട്യത്തിനേക്കാളും അഹങ്കാരത്തിനേക്കാളും ഏറ്റവും മികച്ചത് വിനയമാണെന്നാണ്. That love is more powerful than hatred. വിദ്വേഷത്തെക്കാളും ശക്തിയുള്ളത് സ്നേഹത്തിനാണെന്നാണ് കേരളത്തിലെ. That happiness cuts anger. ദേഷ്യത്തെ എതിർക്കുന്നത് സന്തോഷമാണ്, ഇല്ലാതാക്കുന്നത് സന്തോഷമാണെന്നാണ്. And that unity is better than division. വിഭജനത്തിലും ഏറ്റവും മികച്ച വിഭജനമല്ല വേണ്ടത്, പക്ഷെ ഐക്യമാണ് വേണ്ടത്. I was a member of parliament for 5 years, and I must tell you, this is what you taught me. ഞാൻ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ 5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് കേരളത്തിലെ ജനങ്ങൾ എന്നെ പഠിപ്പിച്ചത്. It does not matter which religion you come from, what your ideas are, what your thoughts are, Kerala will respect you. നിങ്ങൾ ഏത് മതത്തിലുള്ള ആളാവട്ടെ, നിങ്ങളുടെ ചിന്ത എന്താവട്ടെ, നിങ്ങളുടെ ആശയങ്ങൾ എന്താവട്ടെ, കേരളം നിങ്ങളെ ബഹുമാനിക്കും. And you celebrate each other's festivals. നിങ്ങൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഉത്സവങ്ങൾ, എല്ലാവരുടെയും ആഘോഷങ്ങൾ നിങ്ങൾ ആഘോഷിക്കുന്നു. I saw with my own eyes when there was a tragedy in Wayanad, how everybody, all religions suddenly came together and became one. വയനാട്ടിലൊരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു എങ്ങനെയാണ് എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. There is a strategy by the BJP, by the RSS to divide the country. ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള ഒരു തന്ത്രം BJPയുടെയും RSSന്റെയും ഭാഗമായിട്ടുണ്ട്. They want to divide religions, they want to divide languages, they want to divide cultures. അവർക്ക് മതങ്ങളെ വിഭജിക്കണം, അവർക്ക് ഭാഷകളെ വിഭജിക്കണം, അവർക്ക് സംസ്കാരങ്ങളെ വിഭജിക്കണം. They want to attack people who are not like them. അവരെ പോലെ അല്ലാത്ത എല്ലാ മനുഷ്യരെയും അവർക്ക് ആക്രമിക്കണം. This is not what Umanchandi taught. This is not what Narayana Guruji taught. ഇതല്ല ശ്രീ ഉമ്മൻചാണ്ടിജി പഠിപ്പിച്ചത്, ഇതല്ല ശ്രീ നാരായണ ഗുരു പഠിപ്പിച്ചത്. This is not the spirit of Kerala. ഇതല്ല കേരളത്തിന്റെ ആത്മാവ്, കേരളത്തിന്റെ മൂല്യം, ആത്മവീര്യം ഇതല്ല. Now suddenly we notice that an FCRA bill has been brought in. നമ്മളിപ്പോൾ പെട്ടെന്ന് കാണുകയാണ് ഒരു FCRA ബിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. And what is interesting is there is only one organization that can get money from abroad. അതിനകത്ത് വളരെ താല്പര്യമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് പണം സംഭാവനയായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഒറ്റ സംഘടന മാത്രമേ ഉള്ളൂ. No other organization can get money from abroad except the RSS. RSS അല്ലാതെ, ആ ബിൽ അനുസരിച്ച് RSS അല്ലാതെ മറ്റൊരു സംഘടനയ്ക്കും വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാൻ സാധിക്കില്ല. Mr. Modi can get finance from abroad through Mr. Adani, and the RSS can get finance from abroad. Nobody else can get it.
നരേന്ദ്രമോദിക്ക് അദാനി വഴി വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാം, RSSന് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാം, മറ്റാർക്കും വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കാൻ കഴിയില്ല. What is so special about the RSS? That they have special rules for them? RSSന് വേണ്ടി മാത്രം പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാൻ RSSന് ഇത്രമാത്രം പ്രത്യേകത എന്താണുള്ളത്? They spread hatred, they spread anger, they divide people. അവരെ രാജ്യത്ത് മുഴുവൻ വിദ്വേഷം പരത്തുന്നു, ദേഷ്യം പരത്തുന്നു, രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നു. ഇതാണ് അവരുടെ പ്രത്യേകത. So that is the way the BJP functions. ഈ രീതിയിലാണ് BJP പ്രവർത്തിക്കുന്നത്. Everything is done for Mr. Adani and Mr. Ambani or for their political organization. അവരെന്ത് ചെയ്യുന്നതും ഒന്നുകിൽ അദാനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അംബാനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടിയാണ്. But if you're a common person, there is nothing for you. നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. There is massive unemployment in Kerala. കേരളത്തിൽ വളരെ വിപുലമായ തൊഴിലില്ലായ്മയുണ്ട്. If you know a left front leader, if you're part of their organization, you can get access to the jobs. നിങ്ങൾക്കൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ അറിയാമെങ്കിൽ, നിങ്ങൾ അതുപോലെ ആ സംഘടനയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. The RSS organization can get anything. The LDF organization can get anything. But the people of Kerala cannot get anything. RSS സംഘടനയ്ക്ക് എന്ത് വേണമെങ്കിലും കിട്ടാം, അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനയ്ക്ക് എന്ത് വേണമെങ്കിലും കിട്ടാം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. And that is the difference between the UDF, the Congress, and the LDF and the BJP. ഇതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. We work for the people of our country. We do not work simply for our organization. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. They don't care about the people, they only work for their organization. അവർ ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റി ചിന്തിക്കുന്നതേയില്ല. അവർ പ്രവർത്തിക്കുന്നത് അവരുടെ രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി മാത്രമാണ്. I'd like to thank all of you for coming here this evening in this heat. ഈ ചൂടത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. I really appreciate that you've sat here and listened to me so patiently. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടതിൽ അതിനോട് നിങ്ങളോട് ഞാൻ നിങ്ങളെ Please അഭിനന്ദിക്കുന്നു. make our young candidate here win with a thumping majority. വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ചെറുപ്പക്കാരനായ ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ He should get അഭ്യർത്ഥിക്കുന്നു. the biggest margin in Kerala. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Thank you very much. താങ്ക് യു വെരി മച്ച്. നന്ദി. Thank you, Jyoti. Thank you.